അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് എന്താണ് വിനീഷ്? 2010 ലോകകപ്പ് നേടിയ സ്പെയിൻ, ഇത്തവണ ലോകകപ്പ് ഫൈനൽ കളിക്കാൻ പോകുന്ന സ്പെയിൻ. ആ രണ്ട് ടീമുകൾ ഇതിനോടകം തന്നെ ഈ ലോകകപ്പിൽ 8 കളി കളിക്കണമല്ലോ. കഴിഞ്ഞ ആ ലോകകപ്പിൽ 7 കളിയായിരുന്നു ഇരുന്നത്. അപ്പോൾ 7 കളി ഇത്തവണ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ 7 കളികൾ പൂർത്തിയാക്കുമ്പോഴുള്ള കണക്ക് എങ്ങനെയാണ്? കണക്കുകളിൽ സ്പെയിനാണോ അർജന്റീനയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ 2010 അന്ന് സ്പെയിൻ കളിച്ചതും അതിനുശേഷം 16 വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ കളിക്കുന്നതും എന്താണ് കണക്കുകൾ എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഓൺ സ്ക്രീൻ പ്രേക്ഷകർക്ക് കണക്കുകൾ കാണാം. സ്പെയിനിന്റെയും അർജന്റീനയുടെയും കണക്കുകളാണ് നമ്മൾ കാണുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് 7 മത്സരങ്ങൾ അല്ലേ? 7 മത്സരം കഴിഞ്ഞ തവണ, അതായത് 2010 ലോകകപ്പിൽ 7 മത്സരങ്ങൾ കളിച്ചു. ഇക്കുറിയും ഇതിനോടകം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷെ ഇത്തവണ ടീമിന്റെ എണ്ണം കൂടിയിട്ട് പോലും അല്ല, ഒരു മത്സരം കൂടുതലുണ്ട്. റൗണ്ട് ഓഫ് 32 വന്നിട്ടു. ഒരു കളിയും കൂടെ കളിക്കുമ്പോഴേക്ക് 8 ആവും. ഇത് ഈ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര ടൈറ്റ് ആണ് ഈ മത്സരം. അതെ, അത് നോക്കൂ. കഴിഞ്ഞ തവണ ഇതല്ല ഈ കണക്ക്. ഇതിപ്പോ സ്പെയിനും അർജന്റീനയും തമ്മിൽ കണക്കാണ്. അതായത് 14 മത്സരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. അതിൽ 6 തവണ വീതമാണ് ഇരുവരും ജയിച്ചിരിക്കുന്നത്. 2 തവണ സമനില. അതാണ് കണക്ക്. നമ്മൾ കഴിഞ്ഞ കണക്ക് പക്ഷെ പറഞ്ഞില്ല. 2010 കണക്ക് ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് നമുക്ക് കാണിക്കാം. എങ്ങനെയാണ് 2010 സ്പെയിനും 2024 സ്പെയിനും? ഈ കണക്ക് കുറച്ചു ഓൺ എയർ നമുക്ക് വേണം. വളരെ രസകരമായ കണക്കാണ്. 7 മത്സരങ്ങൾ വീതം കളിക്കുന്നു. 6 ജയവും 2 മത്സരങ്ങളിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. സമനില നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒരു അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2010 7 മത്സരങ്ങളാണ് ഫൈനൽ അടക്കം കളിച്ചത്. ഇപ്പോ സെമി ഫൈനൽ വരെ 7 മത്സരങ്ങൾ കളിച്ചു. അടുത്തത് ഫൈനലിലേക്ക് പോകുമ്പോൾ സ്പെയിൻ കളിക്കാൻ പോകുന്നത് 8ാമത്തെ മത്സരമാണ്. അപ്പോ 2010 അന്ന് കപ്പ് നേടിയ ടീമിൽ അന്ന് എത്ര ജയമായിരുന്നു എന്ന് നോക്കൂ. അന്ന് 6 വിജയം. തോറ്റുകൊണ്ടാ തുടങ്ങി. ഇത്തവണ നമ്മള് ഡ്രോ ആയിരുന്നു. ഡ്രോയിൽ തുടങ്ങുന്നത്. അന്ന് സ്വിറ്റ്സർലൻഡിനോട് തോറ്റു തുടങ്ങിയ സംഘം അടിച്ച ഗോൾ എന്ന് പറയുന്നത് വെറും 8 ആയിരുന്നു. 8 ഗോൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ആ ഗോളുകളുടെ എണ്ണത്തിൽ ആ വ്യത്യാസം ഇപ്പൊ നോക്കൂ എത്ര ഗോളുകൾ അടിച്ചു എന്ന്. 2010 ലോകകപ്പ് നേടുന്ന സ്പെയിൻ 8 ഗോളുകൾ മാത്രം അടിക്കുമ്പോൾ 2026 സെമി ഫൈനൽ വരെ മാത്രം കളിച്ച സ്പെയിൻ 13 ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലേ? വഴങ്ങിയ ഗോളിലും ആ വ്യത്യാസമുണ്ട്. വഴങ്ങിയ ഗോളിലും നോക്കൂ. 2010 സ്പെയിൻ 2 ഗോളുകളാണ് വഴങ്ങിയത്, ഫൈനൽ അടക്കം. പക്ഷെ ഫൈനൽ എത്തിയിട്ടില്ല. സെമി ഫൈനൽ വരെ നമ്മൾ ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത് അത് ഒറ്റ ഗോളാ, ഒരേ ഒരു ഗോൾ അല്ലേ? അതാണ് മേജർ വ്യത്യാസം ഉണ്ടാകുമെന്ന് അറിയാമോ? 2010 കപ്പ് കിട്ടി, കപ്പ് കിട്ടില്ല. വ്യത്യാസമുണ്ട്. ഇതാണ് നമുക്ക് ഇനിയസ്റ്റയെ കാണുമ്പോഴൊക്കെ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടാവും അല്ലെ? ഇനിയസ്റ്റയുടെ ചിത്രം കാണുമ്പോൾ ഇനിയസ്റ്റ, സാവി എന്ത് ടീമായിരുന്നു. അപ്പോ പാസ് കുറച്ച് കൂടുതലായിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ വിവിധ ഏജൻസികളുടെ പ്രഡിക്ഷൻ നോക്കി കളിക്കാരുടെ നില ഓരോ പൊസിഷനിലും വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു. 2010 2026 സ്പെയിനെ നമ്മൾ താരതമ്യം ചെയ്തു. അർജന്റീനയും സ്പെയിനെയും നമ്മൾ മൊത്തത്തിൽ നമ്മൾ താരതമ്യം ചെയ്തു. മുഖം മാറുന്ന ഇനി എങ്ങനെയാണ് മാധു നിങ്ങൾ ജയിക്കും എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് എന്ന് കളത്തിലാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോ 2010 2026 സ്പെയിനെ താരതമ്യം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 2022 ഇത്തവണത്തെയും അർജന്റീന ടീമിനെയും വേണമെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാം. കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും പെർഫോമൻസ്, മെസ്സിയുടെ പെർഫോമൻസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ആ മാറ്റം കാണാൻ കഴിയും. ഇത്തവണ ഇതിനോടകം എത്ര ഗോൾ അധികം നേടിയിട്ടുണ്ട് എന്നും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്നെ ഇത്തവണത്തെ കണക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മെസ്സിയുടെ ടീം കളിച്ചിരിക്കുന്ന രാജ്യങ്ങളെ നോക്കൂ, ഒപ്പം തന്നെ ഞങ്ങളുടെ സ്പെയിൻ കളിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നോക്കൂ. കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഈ മെസ്സിയുടെ ടീം കളിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? മറ്റുള്ള ടീമുകളൊന്നും ജയിക്കാതെ ഞങ്ങളുടെ പ്രശ്നമാണോ? പോർച്ചുഗൽ അവിടെ വരുമായിരുന്നില്ലേ? ബെൽജിയം അവിടെ വരുമായിരുന്നില്ലേ? ഉറുഗ്വേ അവിടെ വരുമായിരുന്നില്ലേ? ബ്രസീൽ അവിടെ വരുമായിരുന്നില്ലേ? ഇവരൊക്കെ പലരും ഇല്ല ആദ്യത്തെ ഘട്ടങ്ങളിൽ മത്സരം. അൾജീരിയ ആണെങ്കിലും ഓസ്ട്രിയ തന്നെ അങ്ങനെ ഉദ്ദേശിച്ച പോലെ ക്വാഡ്രന്റൽ ഈ ഫിക്സറിംഗ് നടന്നപ്പോൾ തന്നെ അർജന്റീന അടക്കം ക്വാർട്ടർ ഫൈനൽ എത്തും അല്ല ഫൈസൽ അന്ന് ആധികാരികമായി വിലയിരുത്തിയപ്പോൾ പോലും അർജന്റീന ഫൈനൽ ഉണ്ടായിരുന്നു. അതായത് 4 ടീമുകൾ, ലോക റാങ്കിങ്ങിൽ 4 ടീമുകൾ, ആ 4 ടീമുകൾ സെമി ഫൈനൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഫിക്സർ വരിക. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഫിക്സർ വന്നിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പുകളിലേക്ക് വരുമ്പോൾ സ്പെയിനിന്റെ തൊട്ടടുത്ത് അർജന്റീന വരുമ്പോൾ എന്തുകൊണ്ട് ഒരു സ്ഥാനം തള്ളി അടുത്ത ഗ്രൂപ്പിലേക്ക് ഇട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്. സെമി ഫൈനലിന് മുൻപ് ഈ സ്പെയിനും അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്തുന്നതിന് മുൻപ് സ്പെയിനും അർജന്റീനയും പരസ്പരം ഏറ്റുമുട്ടരുത്. മാത്രമല്ല ഒരേ വൻകരയിലുള്ള 2 ടീമുകൾ വരാൻ പാടില്ല. യൂറോപ്യൻ ടീമുകൾ കൂടുതലുണ്ട്, അതുകൊണ്ട് അത് വരും. പക്ഷേ ബ്രസീലിനും അർജന്റീനയ്ക്കും ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റില്ല. ബ്രസീലിനും ഉറുഗ്വേക്കും ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റില്ല. ലോക റാങ്കിങ് നോക്കും. ഇങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും പാലിച്ചുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്.